ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ കണ്ണ് തുറന്ന നിമിഷം മുതലുള്ള ഔട്ടാണ്. സ്കൂളിലേക്കുള്ള ഒരുക്കം, വീട് പണികൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പ്രിപ്പറേഷൻ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. മദ്രസയിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇവിടെ തുടങ്ങിയായി നമ്മുടെ ഒരു ദിവസം. ഒരാൾക്ക് കട്ടൻ ചായ വേണം, ഒരാൾക്ക് ചായയേ വേണ്ട, അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സിസ്റ്റം. എനിക്ക് ഉലുവ വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനവിടെ വർക്ക് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, ആർത്ത് പെയ്യുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചോറിനുള്ള വെള്ളമൊക്കെ നിറച്ചിട്ട് അത് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ അതിനുള്ള പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ജനൽ തുറന്ന് നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി മഴയാണ്. കൂടെ തന്നെ നല്ല ഇരുട്ടുമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട്. അരി ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോനുള്ള കട്ടൻ ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കുള്ള ഉലുവ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് എടുത്തിട്ട് ഇവിടെ കോട്ടിയാടിൽ ഇരുന്നിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ഇവിടെ കോട്ടിയാടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കിളിക്കോടും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. മോൻ മദ്രസയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ ചായയൊക്കെ കുടിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. നേരെ പോയി വാതിലൊക്കെ ഒന്ന് തുറന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കൂടെ നമ്മുടെ മിലു ഉണ്ട്. അവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കേട്ടോ. അപ്പോൾ മക്കളെ പറഞ്ഞയച്ച് നേരെ ഞാൻ കിച്ചണിലോട്ട് വന്നു. എൻ്റെ അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഡിഷ് വാഷറിൽ നിന്ന് കുക്കർ എടുത്തു. ഇന്നലെ നൈറ്റ് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇതിൽ. കുക്കർ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിലോട്ട് നമ്മൾ കുറച്ച് പയറിട്ട് കൊടുക്കുന്നുണ്ട്. സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ലഞ്ചിന് കറി വയ്ക്കാനായിട്ടാണ് കേട്ടോ പയറിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു നാളികേരം ഉടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള വെള്ളം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. നാളികേരം വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ കുറേയൊക്കെ ചിരകി വെച്ചു. നമുക്ക് പുട്ടിലേക്കുള്ള നാളികേരമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ പയറിലേക്കുള്ള ഉള്ളി, വെള്ളുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് നേരമായിട്ട് തിളയ്ക്കുന്ന അത് റൈസ് കുക്കറിലേക്ക് ഒന്ന് മാറ്റി ആ അടുപ്പിൽ തന്നെ നമുക്ക് പുട്ട് വേവിക്കാനുള്ള കുക്കർ കൂടി വെച്ചിട്ട് പുട്ട് ചുട്ടെടുക്കാം. അടുത്ത പുട്ട് വേവിക്കാൻ വെച്ചിട്ട് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ്. ഒന്ന് തുടച്ചെടുത്തിട്ട് മാറ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ചെയറൊക്കെ കൊണ്ടുവച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോഴേ മനസ്സിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മളിത് രാത്രി ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കും കേട്ടോ. കാരണം ഇവിടെ നിറച്ച് നായ്ക്കളുടെ ശല്യമാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കീറി പറിക്കും. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാറാവുന്ന സമയത്ത് നമ്മളത് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും കേട്ടോ. മാറ്റും നമ്മുടെ ചെയറും കൂടിയിട്ട് എടുത്ത് ഉള്ളിലേക്ക് വയ്ക്കും. നമ്മൾ ഈ ചെയ്യുന്ന പണീൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുട്ട് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതൊന്ന് ഇറക്കി വെച്ച് വേറെ പുട്ടിനുള്ളത് മാവ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വന്നിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ ലിവിങ് റൂം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വാക്യൂം ക്ലീനർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്, ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ഫ്രണ്ട്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ എല്ലാ പൊടിയും ഇതിൽ നമ്മൾ വലിച്ചെടുക്കും കേട്ടോ. നല്ല എന്താ പറയുക, അടിപൊളിയാണ്. ഈ മാറ്റ് എടുക്കാനും വിരിക്കാനും നല്ല പണിയാണ് കേട്ടോ. നല്ല വെയിറ്റാണ്. വീഡിയോ കാണുമ്പോൾ നല്ല സുഖമുള്ള പോലെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ അല്ല കേട്ടോ, നല്ല വെയിറ്റുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഊറ്റി വയ്ക്കാനാണ് കേട്ടോ. ഇനി നമ്മുടെ പയർ ഉപ്പേരി കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും വെള്ളുള്ളിയൊക്കെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പയർ നമ്മൾ കാച്ചിയെടുക്കുന്നുണ്ട്. ഈ ഒരു പയർ കാച്ചിയത് കൂട്ടിയിട്ട് ഒരു പിടി ചോറുണ്ണാനായിട്ട് ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഞാനിത് പാൽ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉമ്മാക്ക് ചായ കൊടുക്കണം. ഉമ്മാക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുകയാണ്. ലഞ്ച് ബോക്സിലേക്കുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് പോകാനായിട്ടുണ്ട്. മോൾക്ക് 8:45 പോകണം കേട്ടോ. അവളുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇതിലേക്ക് പയറുപ്പേര്, കുറച്ച് അച്ചാറും
കുറച്ച് മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവളൊന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നിരിക്കാൻ വരുമ്പോഴത്തേക്കും ഒരു കുന്ന് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. ഇങ്ങനെ വീഡിയോ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അതങ്ങനെ രസമുള്ള സുഖമുള്ള പണിയല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ തന്നെയാണ്. അതൊക്കെ കഴുകി ഈ സ്പീഡിൽ കാണിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി സെറ്റാക്കി ഞാൻ ഈ ഒരു കബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അവരുടെ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ അച്ചാറും മുട്ടയും കൂടി വെച്ച് കൊടുത്തു, പയറുപ്പേരും കൂടി വെച്ച് കൊടുത്തിട്ട് അവരുടെ ലഞ്ച് ബോക്സും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഞാനും പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളി മഴയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ ആ മഴയെ നോക്കിയിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ ആ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണല്ലേ. അയ്യോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും വർക്ക് ഏരിയയിലോട്ട് പോവാം. ഇവിടെ കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു രാവിലത്തെ ഒരു പടക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലോണം കച്ചറ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് അടിച്ച് കോരി കളയുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്നുമുള്ള പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും കിച്ചൺ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ ഡേർട്ടി ആയിട്ടിരിക്കും. അപ്പോഴത്തേക്ക് അവരൊക്കെ റെഡിയാക്കി അവരെ വിട്ടിട്ടുണ്ട്. അവരെയും ബൈ ബൈ പറഞ്ഞു വിട്ടു. വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എരിയ വന്ന് അപ്പോഴത്തേക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചവിട്ടിയൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നരാടം ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കൽ, വാഷ് ബേസിനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കൽ കേട്ടോ. പല്ല് തേക്കുന്നത് ഇവിടെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഴുക്കാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. കൂടാതെ ഇവളും വന്ന് കിടന്നുറങ്ങി. ചെറിയൊരു റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ഒഴിച്ച് കറി വെക്കണം. അപ്പോൾ കുഞ്ഞൊരു അടുക്കളത്തോട്ടം കേട്ടോ എനിക്ക്. അപ്പോൾ അവിടെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ചൂട് ചോറും ചാറും കൂട്ടി ഒരു ഊണും കഴിച്ചിട്ടാ. അപ്പോൾ അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ട് ഇന്നത്തെ വീഡിയോ? ഇഷ്ടമായോ? വ്ളോഗ് ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.